അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന കിതാബ് ദാറുൽ ഹദീസ് ഖുതുബ്ഖാനയിലെ ഫിഖ്ഹ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഫത്താവ ഇബ്നു സിയാദ് എന്ന് പറയുന്ന ഈ 3 വാള്യങ്ങൾ അടങ്ങിയ ഈ ഒരു കിതാബാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു സിയാദ് എന്ന് പറയുന്ന വജീഹുദ്ദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവറുകളുടെ ഒരു കിതാബാണ് ഇത്. മഹാനവറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിജറ 900 ജനിച്ച് ഹിജറ 975 റജബ് മാസം 15 ഒരു മഗ്രിബിന് ശേഷമാണ് മഹാനവറുകൾ വഫാത്താകുന്നത്. 75 വയസ്സാണ് മഹാനവറുകൾക്കുള്ളത്. മഹാനവറുകളെ സംബന്ധിച്ചിടത്തോളം കേരളക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടാവില്ല. കാരണം നമുക്കറിയാം, നമ്മുടെ ഫതുഹുൽ മുഈൻ ചെറിയ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ അതിൻ്റെ തുടക്കത്തിൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഞാൻ എൻ്റെ ഈ കിതാബിൽ എൻ്റെ ഉസ്താദായ ഇബ്നു സിയാദ് തങ്ങളുടെ കിതാബുകളിൽ നിന്നെടുത്ത ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ മഹാനവറുകളുടെ ഒരു കിതാബാണ് ഫത്താവ ഇബ്നു സിയാദ് എന്ന് പറയുന്ന ഈ കിതാബ്. 3 വാള്യങ്ങളാണ് ഇതുള്ളത്. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, 1195ഓളം ഫത്വകൾ മഹാനവറുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കിതാബ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ കാരണം ഇതിൽ നിന്ന് ഒരു വിഷയം നിങ്ങൾ ഓർമ്മപ്പെടുത്താനുണ്ട്. ഇതിൻ്റെ 1-ാം വാള്യം 496 പേജിൽ പറയുന്നൊരു വിഷയമുണ്ട്. 233 ഒരു ചോദ്യവും അതിൻ്റെ മറുപടിയാണ് ഇവിടുന്ന് അങ്ങോട്ട്. ആ ചോദ്യം ഇങ്ങനെയാണ്: സ്വാലിഹീങ്ങളുടെ ഒരുപാട് ഖബറുകളുണ്ട്, അവിടെ ഒരുപാട് ആളുകൾ സന്ദർശനത്തിന് വരുന്നുണ്ട്, അവിടെ ഒരുപാട് ഹാദിമ്യങ്ങളുണ്ട്, അവരിങ്ങനെ ഖുർആൻ പാരായണം ഓതും, ഈ മരണപ്പെട്ട ഖബറാളികളുടെ പേരിൽ ഹദിയ ചെയ്യുന്നു, അതുപോലെ തന്നെ നേർച്ചകൾ നേരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ചോദ്യം, ഈ മഹാന്മാരായ ആളുകളുടെ മക്ബറകളിൽ നേർച്ചയാക്കിയ സാധനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിധി എന്താണ്, അത് ഉപയോഗിക്കുന്നതിലുള്ള വിധി എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഇതിൻ്റെ മറുപടിയിൽ മഹാനായ ഇബ്നു സിയാദ് തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏകദേശം 4-5 പേജുകളോളം ഇതിൻ്റെ മറുപടി പറയുന്നുണ്ട്. എന്നിട്ട് 498 പേജിൽ മഹാനായ ഇബ്നു സിയാദ് തങ്ങൾ കൊണ്ടുവരുന്ന ഒരു സംഭവമുണ്ട്. മഹാനായ ഇമാം ഖത്തീബുൽ ബഗ്ദാദി തങ്ങൾ അവിടുത്തെ താരീഖു ബഗ്ദാദ് എന്ന് പറയുന്ന കിതാബിൽ ഉദ്ധരിച്ച ഒരു സംഭവമാണത്. എന്താണത്? മഹാനായ ഖത്തീബുൽ ബഗ്ദാദി തങ്ങൾ പറയുകയാണ്, ബഗ്ദാദിൽ ഒരു ഖബറുണ്ട്. ആ ഖബർ അറിയപ്പെടുന്നത് ഖബറുൻ നുദൂർ എന്നാണ്, നേർച്ചയുടെ ഖബർ എന്നാണ് അതിനറിയപ്പെടൽ. അവിടേക്ക് ഒരുപാട് ആളുകൾ സിയാറത്തിന് വരുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഖബറു ഉബൈദില്ലാഹി ബിൻ മുഹമ്മദ് ബിൻ അലി ബിൻ ഹുസൈൻ ബിൻ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും എന്ന് പറയുന്ന വലിയൊരു മഹാന്റെ ഖബറാണത്. എന്തേ അതിനിങ്ങനെ ഖബറു നുദൂർ എന്ന് പേര് വെക്കാൻ കാരണം? ലിഅന്നഹു മാ ഖുസിദ ഫി ഹാജത്തി ഇല്ലാ വഖുലിയത്. എന്താവശ്യമാണോ അവിടെ ഉന്നയിക്കുന്നത് അത് പൂർത്തിയാക്കി വീട്ടപ്പെട്ട് കിട്ടും എന്നതുകൊണ്ടാണ് ഖബറു നുദൂർ എന്ന് ആ ഖബറിന് പേര് വെക്കുന്നത്. എന്നിട്ട് മഹാനായ ഖത്തീബുൽ ബഗ്ദാദി തങ്ങൾ പറയുകയാണ്, വ അന ഖസത്തുഹു മിറാറൻ കസീറ, ഞാൻ ധാരാളം പ്രാവശ്യം ആ ഖബർ സിയാറത്ത് ചെയ്യാറുണ്ട്, എൻ്റെ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് ദുആ ചെയ്യാറുണ്ട്. വ നദർത്തു, ഞാൻ നേർച്ചയാക്കാറുണ്ട്. വ ഹസ്സല ലിൽ മഖ്സൂദ്, എൻ്റെ ആവശ്യങ്ങളൊക്കെ എനിക്കാറുമുണ്ട്. ഖത്തീബുൽ ബഗ്ദാദി തങ്ങളെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. മഹാനവറുകളെ അറിയാത്ത ഒരു പണ്ഡിതനും ഉണ്ടാവുകയില്ല. കാരണം ഇൽമുൽ ഹദീസുമായി ബന്ധപ്പെട്ട് മഹാനവറുകൾ നൽകിയ സേവനം അത്രയും വലുതാണ്. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ അവിടുത്തെ നുഖ്ബയിൽ പറയുന്നത് കാണാം, ഇൽമുൽ ഹദീസുമായി ബന്ധപ്പെട്ട് 65ഓളം വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലെല്ലാം ഓരോ വിഷയത്തിലും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരുപാട് കിതാബുകൾ മഹാനായ ഖത്തീബുൽ ബഗ്ദാദി തങ്ങൾ രചിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കാണാം. എന്നിട്ട് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറയുന്നുണ്ട്, അന്നൽ മുഹദ്ദിസീന ബഅദൽ ഖത്തീബ്, മഹാനായ ഖത്തീബുൽ ബഗ്ദാദി തങ്ങൾക്ക് ശേഷമുള്ള മുഹദ്ദിസീങ്ങളൊക്കെ അയാലുൻ അലാ കുതുബിഹി എന്ന് മഹാനവറുകൾ പറയുന്നത് കാണാം. ഏതായാലും അത്രയും വലിയ പണ്ഡിതരാണ് മഹാനായ ഖത്തീബുൽ ബഗ്ദാദി തങ്ങൾ. ആ ഖത്തീബുൽ ബഗ്ദാദി തങ്ങൾ മഹാന്മാരുടെ മക്ബറകളിൽ ചെന്നുകൊണ്ട് ദുആ ചെയ്യുന്നതും നേർച്ച നേരുന്നതും അവിടുത്തെ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടപ്പെടുന്നതുമൊക്കെയായ സംഭവമാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. ഞാനിത് പറയാൻ കാരണം, കേരളത്തിൽ ഒരു വിഭാഗം ആളുകൾ അവരുടെ മുഖപത്രമായ അൽ മനാർ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ
1981 ഒക്ടോബർ മാസത്തിൽ ഇറങ്ങിയതാണ്. അതിൽ അവരുടെ ഒരു നേതാവായ NV ഇബ്രാഹിം ഒരു ലേഖനം എഴുതുന്നുണ്ട്. നേർച്ചകൾ എന്നാണ് ആ ലേഖനത്തിൻ്റെ ഹെഡിങ്. അതിൽ കാണാം, ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴിപിഴച്ചവനുമാകുന്നു. അത് വിഷമങ്ങളെ നീക്കുമെന്നും സുഖസൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസ്സിനെ സംരക്ഷിക്കുമെന്നൊക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുശ്രിക്കുമായിരിക്കും, അവനെ കൊല്ലൽ നിർബന്ധമാണ് എന്ന് നിർലജ്ജം എഴുതി വെച്ചു അവർ. നോക്കൂ നിങ്ങൾ, നമ്മുടെ മഹാന്മാരൊക്കെ, ഇമാമിങ്ങളൊക്കെ, അവരൊക്കെ മക്ബറകളിൽ ചെന്ന് സിയാറത്ത് നടത്തിയവരും നേർച്ചകൾ നേർന്നവരുമൊക്കെയാണ്. അവരൊക്കെ നരകത്തിലാണ് എന്നാണ് ഈ വിഭാഗം ആളുകൾ എഴുതുകയും പറയുകയും ചെയ്യുന്നത്. അത്തരം ആളുകളുടെ ആശയങ്ങൾ മുഴുവനും ഇതുപോലെയാണ്. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്, അഹ്ലു സുന്നയുടെ ആദർശങ്ങളോട്, ആശയങ്ങളോടൊന്നും യോജിക്കാതെ ഇത്തരം ആളുകളെ നാം കണ്ടറിയുകയും അത്തരം ആളുകളിൽ പെടാതെ നാം ഒക്കെ ഒന്ന് ജീവിക്കുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് നിങ്ങൾ ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വിഷയങ്ങളുമായിട്ട് നമുക്ക് കാണാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.